നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നമ്മളെ തിരുവനന്തപുരത്തൊരു ശബരിമല ഉള്ളത് നിങ്ങൾക്കറിയാമോ? ചിലവർക്കറിയാം, പക്ഷെ അറിഞ്ഞുകൂടാത്തവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യല്. 100% നമ്മുടെ ശബരിമല 18-ാം പടി ചവിട്ടി നെയ്യഭിഷേകം ചെയ്യുന്ന അതേ ഫീലിംഗ് ഇവിടെ പോയാലും കിട്ടും. ഇവിടെ പ്രത്യേകത, ഈ വയസ്സായ മാളികപ്പുറങ്ങളും കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ടുപോകുന്ന, അതായത് ശബരിമല പോകാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ 100% പോവുക. അതേ പോസിറ്റീവ് വൈബ്, പോസിറ്റീവ് എനർജി, പോസിറ്റീവ് കാര്യങ്ങളെല്ലാം കിട്ടും. ഈ ക്ഷേത്രത്തിൽ 18-ാം പടിയുണ്ട്, നെയ്യഭിഷേകമുണ്ട്, ശബരിമലയിലുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട്. അത് വല്ല ലോങ്ങൊന്നുമല്ല, നമ്മളെ വിഴിഞ്ഞം ചൊവ്വര അയ്യപ്പ ക്ഷേത്രമാണ്. ഈ മണ്ഡലകാലത്ത് ഈ 41 ദിവസവും നട തുറക്കും. അല്ലാതെ ദിവസങ്ങളിൽ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു ബുധനും ശനിയും നട തുറക്കും. ഞാനവിടെ സ്ഥിരം പോകാറുണ്ടായിരുന്നു. അവിടെ ചെന്ന് നെയ്യഭിഷേകം കാര്യങ്ങളും ചെയ്യും, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ശബരിമല പോകാൻ പറ്റാത്തവർ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾ വ്രതം പിടിക്കുക, കെട്ടുക. അവിടെ അതുവഴി നടന്ന്, അവിടെ 18 പടിയുണ്ട്, കാട് വഴി നടന്ന് 18-ാം പടി കയറി തേങ്ങ ഉടച്ച്, ഗണപതിക്ക് തേങ്ങ ഉടച്ച് നെയ്യ് കൊടുത്ത് നെയ്യഭിഷേകവും ചെയ്ത് തിരിച്ച് മല ഇറങ്ങും പോലെ മല ഇറങ്ങാം. അതായത് നമുക്ക് ശബരിമല പോകുന്നത് വേറൊരു ഇത്, പക്ഷേ അതേ ഒരു വൈബും പോസിറ്റീവ് എനർജിയും ഈ ക്ഷേത്രത്തിൽ കിട്ടും. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പലപ്പോഴും എന്ന് വെച്ചാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷം മുമ്പ് ഈ സ്ത്രീകളൊക്കെ കയറിയല്ലോ. അങ്ങനെ ഞാൻ പിന്നെ കുറേ നാൾ ശബരിമലയിലൊന്നും പോകാതെയായി. അങ്ങനെ ഞാൻ ആ ഒരു വൈബ് ഞാൻ ഈ ക്ഷേത്രത്തിൽ കണ്ടെത്തി. ഇതുകൂടാതെ വരുന്ന വഴിയിൽ ആഴിമല ശിവക്ഷേത്രമുണ്ട്. നല്ല ഭയങ്കര വല്ല വിഗ്രഹമുള്ള ആഴിമല ശിവക്ഷേത്രമുണ്ട്. അതും പക്ക പോസിറ്റീവ് വൈബാണ്. കടലിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം. ഈ അയ്യപ്പ ക്ഷേത്രവും കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ താഴെ വിഴിഞ്ഞം കടൽ ഫുള്ള് കാണാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഓരോ നാളിലും ഓരോ ചെടികളുണ്ട്. അത് കറക്റ്റ് പൂരനാളിന് ഈ ചെടി, ഉത്തരനാളിന്, മകനാളിന്, അങ്ങനെ രോഹിണി നാളിന്, അങ്ങനെ നമുക്ക് നമ്മളായിട്ടുള്ള നാളിനുള്ള ചെടികളും അവിടെ ഒരു പൂന്തോട്ടമായിട്ട് തന്നെ ഉണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം എന്ന് വെച്ചാൽ സൂപ്പറാണ്. വിഴിഞ്ഞ ചൊവ്വര അയ്യപ്പ ക്ഷേത്രം. അപ്പോൾ ശബരിമല പോകാൻ പറ്റുന്നില്ല, ദൈവമേ അയ്യപ്പ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ട. 100% നിങ്ങൾക്ക് ശബരിമല പോകുന്നതിൻ്റെ അതേ അനുഗ്രഹം കിട്ടും. എല്ലാം ഒരു പവറാണല്ലോ, നമ്മളെ വിശ്വാസം, അതല്ലേ എല്ലാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ആരും ടെൻഷൻ അടിക്കണ്ട. എല്ലാത്തിനും അതിൻ്റേതായ പരിഹാരങ്ങളും മാർഗങ്ങളും ഉണ്ട്. നല്ലൊരു റൂട്ടാണേ, ഞാൻ സ്ഥിരം പോകുന്ന ഒരു റൂട്ടാണ്. ദൈവാഭിഷേകം കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല പോസിറ്റീവ് വൈബാണ്. പിന്നെ ഈ മണ്ഡലകാലത്ത് അന്നദാനം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ പല ആൾക്കാരും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ശബരിമല പോകുന്നതും അത് വേറൊരു ഇതാണ്. നമ്മളിപ്പോൾ ഇത്ര വർഷം വ്രതം എടുത്ത് പമ്പയിലെ കുളിച്ച് ആ മല ചവിട്ടി പോകുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ഞാൻ പൊതുവേ മണ്ഡലകാലങ്ങളിൽ ഞാൻ പോകാറില്ല. തിരക്ക് മെയിനായിട്ട് ആ സ്ത്രീകൾ കയറിയ പിന്നെ നമ്മളൊരു മനസ്സാക്ഷി എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു അയ്യപ്പൻ ഭക്തൻ എന്നൊരു നിലയിൽ എന്തോ അതും പോരാന്നിട്ട് ഈ സ്ത്രീകൾ കയറി കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഈ കൊറോണ അങ്ങനത്തെ കുറേ മാരകമായ പ്രശ്നങ്ങളുണ്ടായി. അതെന്തെല്ലാം എല്ലാം സഹിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലോ മനോരമയിലോ ആണെന്ന് തോന്നുന്നു, ശബരിമല കയറിയ ആദ്യ വനിത എന്ന് പറഞ്ഞിട്ട് PSC ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. ആർക്കെങ്കിലും ആ പത്രം വർഷങ്ങളായി, എനിക്ക് ഓർമ്മയില്ല, 7-8 വർഷത്തിന് ബാക്കിലായി. അപ്പോൾ അങ്ങനത്തെ ആ പത്രത്തിൻ്റെ ആ PSCയുടെ ആ ചോദ്യോത്തരം അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് അയച്ചു തരണേ. എത്രയോ ധീര വനിതകൾ ഈ ലോകത്തുണ്ട്. ഇവർ ഏതോ പത്രത്തിൽ വന്നേണ്, അതിനെ ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തു. ശബരിമല കയറിയ വനിത ആരാണ്? ഇവിടെ എത്രമാത്രം ധീര വനിതകളുണ്ട്. അതൊന്നും ചോദിക്കാൻ വയ്യ. ഇത് കഷ്ടമാണെന്നൊക്കെയാണ്. അതിപ്പോൾ എന്നെ സംബന്ധിച്ച വിഷയമൊന്നുമില്ല, ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ക്ഷേത്രം പോലെ ഈ VIP പാസ്, ഇത് ഞാൻ ഒരു കാര്യം പറയാം. എല്ലാ മനുഷ്യനും ജനിക്കുമ്പം ഒന്നുമില്ലാതെ വരുന്നു, മരിക്കുമ്പം എല്ലാം ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യനും അയ്യപ്പൻ്റെ മുമ്പിൽ ഒന്ന് തന്നെയാണ്. ഓക്കെ. പിന്നെ സുരക്ഷ കൊടുക്കുന്നവർക്ക് നമ്മൾ സുരക്ഷ കൊടുക്കണം.
പ്രധാനമന്ത്രി പോലെ നമ്മുടെ രാജ്യത്തെ കാക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഉറപ്പായിട്ടും സുരക്ഷ തന്നെ അവർക്ക് VIP പരിഗണന തന്നെ കൊടുക്കണം. അല്ലാതെ ഈ സിനിമാ നടന്മാർക്കോ അല്ലാതെ ബാക്കിയുള്ള ഷോയിൽ കാണിക്കുന്നവർക്കോ അവർക്കൊന്നും VIP കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരുടെ മുമ്പിലും അയ്യപ്പൻ ഒന്നാണ്, തത്വമസി. അല്ലാതെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അല്ലാതെ ഇവർ വരുന്നു, ഇവരെ കൂടെ കുറേ പോലീസുകാർ പോകുന്നു, ഫ്രണ്ടിൽ നിന്ന് തൊഴുന്നു, തന്തന് കൊണ്ട് പ്രസാദം കൊടുക്കുന്നു, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒരാവശ്യമില്ല. അയ്യപ്പൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊട്ടെ, അതിൻ്റെ വിഷയമില്ല. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. ശബരിമല പോകാത്തൊരു വിഷമിക്കില്ല, ഇവിടെ ഉണ്ട്. ചൊവ്വര അയ്യപ്പ ക്ഷേത്രമുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോവാം. ലൊക്കേഷൻ അറിയണമെങ്കിൽ എന്നെ വിളിക്കുക, ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഞാൻ കൂടെ വരാം. ഞായറാഴ്ചയ്ക്ക് ഫ്രീ ആണ്, ഞാൻ പോകാറുണ്ട്. മണ്ഡലകാലത്ത് 41 ദിവസം അവിടെ നട തുറക്കും. അല്ലാത്ത ദിവസങ്ങളിൽ ബുധൻ ശനി ഈ 2 ദിവസവും നെയ്യഭിഷേകവും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഓപ്പണായിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓക്കെ. അറിഞ്ഞുകൂടാത്തവർ ഒരുപാടുണ്ട്. നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ അതിൻ്റെ അടുത്തുള്ളവർക്ക് തന്നെ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് എല്ലാം ഒരു സങ്കല്പമാണല്ലോ, ഒരു പവർ, ഒരു ശക്തി. കൂട്ടുകാരെ, ഞാനൊരു പാർട്ടിയുടെ പ്രസ്ഥാനത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ അമ്പലത്തിലല്ല, ഞാൻ പള്ളികളിലും പോകുന്നുണ്ട്. കുറേ മൈൻഡൊക്കെ നമ്മൾ ഔട്ടാവുന്ന സമയത്ത് ഞാൻ വെട്ടുകട പള്ളിയിലൊക്കെ ഒരുപാട് സമയം പോയിരിക്കാറുണ്ട്. അതേപോലെ പോസിറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലമാണ് ഈ ചൊവ്വര അയ്യപ്പ ക്ഷേത്രം, ആഴിമല ശിവക്ഷേത്രം. സൂപ്പറാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ല അനുഗ്രഹവും കിട്ടും. ഓക്കെ, സോമ ശർമ്മ, താങ്ക് യു.